ജയസൂര്യൻ ചേട്ടാ, കേരളത്തിൽ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജയന്തി വരികയാണ് ജനുവരി മാസത്തിൽ. അത് അങ്ങേക്കറിയാമല്ലോ, മന്നം ജയന്തിയാണ്. ആ മന്നം ജയന്തിയിലേക്ക് ഒരു പതിറ്റാണ്ട് നീണ്ട പിണക്കം മറന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയത്തെ BJP എങ്ങനെ നോക്കിക്കാണും? ഈ വിഷയത്തെ BJP നോക്കിക്കാണാൻ മാത്രം വലിയ പ്രാധാന്യമുള്ള വിഷയമായി BJP പരിഗണിക്കേണ്ടതില്ല, പരിഗണിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത് BJPയുടെ അഭിപ്രായമേ അല്ല. എങ്കിലും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ചയാവുന്നത് എന്നുള്ള കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വന്ന അതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ മരണം. ഉമ്മൻചാണ്ടിയും NSS നേതൃത്വവുമായിട്ടുണ്ടായിരുന്ന വളരെ അടുത്ത ബന്ധം, അങ്ങനെ ഒരു ബന്ധം ഇനിയില്ല. കാരണം ഉമ്മൻചാണ്ടി ഇല്ല. PJ കുര്യൻ കോൺഗ്രസ് നേതൃത്വത്തിൽ അപ്രസക്തമാവുകയും ചെയ്ത ഒരു സമയത്ത് കേരളത്തിന്റെ KPCCയുടെ ഘടന, അതിന്റെ നേതൃഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ KPCC പ്രസിഡന്റായിട്ട് വന്ന VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം NSS നേതൃത്വവുമായി നല്ല ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവും. KC വേണുഗോപാൽ ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് NSS നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തിയ KC വേണുഗോപാൽ, ആ KC വേണുഗോപാൽ ഡൽഹി പൊളിറ്റിക്സിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ എത്തി. അദ്ദേഹം ഒരു സ്വന്തമായ ഇരിപ്പിടം തേടുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. അതായത് 100 സീറ്റിനടുത്ത് കോൺഗ്രസിന് കിട്ടുകയും കോൺഗ്രസിലെ പുതിയ നേതൃത്വമൊക്കെ വന്ന് ഡൽഹിയില് വളരെയേറെ അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ KC വേണുഗോപാലിന്റെ സംഭാവനയെ സംബന്ധിച്ച് സംശയം ഉണ്ടാവുകയും KC വേണുഗോപാൽ ഒരു അവശ്യ ഘടകമല്ല എന്ന് ഡൽഹി നേതൃത്വത്തിന് തോന്നിത്തുടങ്ങുകയും ചെയ്യുമ്പോൾ കറിവേപ്പില പോലെ ഉപേക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്ന് KC വേണുഗോപാൽ നോക്കിയെന്ന് വരാം. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു പിടി പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ KC വേണുഗോപാലും VD സതീശനും ഒക്കെ ഇപ്പോൾ NSS നേതൃത്വത്തിന് അത്രമാത്രം സമീപിക്കാൻ കഴിയുന്ന അടുത്ത ദൂരത്തിലാണോ എന്നുള്ളതാണ് എന്റെ സംശയം. അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ ഒരു ചാൻസ് ചെന്നിത്തലയ്ക്ക് കിട്ടിക്കൂടായില്ല. ഞാൻ അറിയുന്നത് ചെന്നിത്തല NSS പരിപാടികളിൽ മാത്രമല്ല SNDP പരിപാടികളിലും ക്ഷണിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും പിന്തുണയോടുകൂടി പഴയ ഭാഷയിൽ പറഞ്ഞ താക്കോൽ സ്ഥാനത്തേക്ക് കാരണവന്റെ ഒരു വേഷം കെട്ടി വീണ്ടും ഈ രമേശ് ചെന്നിത്തല പുനരവതരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. അപ്പോ ഒരു സമുദായ നേതൃത്വം എന്നുള്ള നിലയിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒക്കെ വരുന്നതിൽ ആർക്കും എതിർപ്പൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതെ. എന്തായാലും അങ്ങ് പറഞ്ഞല്ലേ, ഞാൻ ചോദിക്കാൻ ഇരുന്ന ചോദ്യമാണ്. അങ്ങേരെ ചെന്നിത്തല NSSന്റെ മാത്രം വേദിയിലേക്കല്ല വരുന്നത്, അദ്ദേഹം SNDPയുടെ വേദികളിലേക്കും വരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണച്ച് നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സതീശൻ ഒരു പക്വതയില്ലാത്ത നേതാവാണ്, രമേശ് ചെന്നിത്തല അങ്ങനെയല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്ന്. ഈ NSSും SNDPയും കൂടി ചേർന്ന് കളിക്കുന്ന ഈ ഒരു കളി, ഇത് വാസ്തവത്തിൽ എന്തായാലും LDFന് വിരുദ്ധമായ ഒരു തരംഗം, ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അത്
ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ് ജയിച്ചു, അത് കോൺഗ്രസിൻ്റെ തന്നെ മണ്ഡലമായിരുന്നു. പക്ഷേ ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കരയിൽ വലിയ തോതിൽ LDF ജയിച്ചെങ്കിലും CPM ജയിച്ചെങ്കിലും അവർക്ക് വലിയ തോതിൽ തിരിച്ചടി കിട്ടി. കാരണം ഭൂരിപക്ഷം വല്ലാണ്ട് കുറഞ്ഞുപോയി. അവിടെ നേട്ടമുണ്ടാക്കിയത് BJP ആണ്. വാസ്തവത്തിൽ BJP ഏതാണ്ട് 10,000-ഓളം വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPക്ക് മുന്നേറ്റമുണ്ടാകുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെട്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ SNDPയും NSSും ചേർന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് BJPക്ക് ഒരു വെല്ലുവിളിയല്ലേ വാസ്തവത്തിൽ? ഞാൻ അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ മതി, BJPയുടെ അഭിപ്രായമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങ് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ഈ വിഷയത്തെ എങ്ങനെ കാണും? ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പൂരിപ്പിച്ചോട്ടെ. 2 കോമാളി വേഷങ്ങൾ കോൺഗ്രസിൽ ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട്. സംസ്ഥാന ആസ്ഥാന കോമാളിയായിട്ട് VD സതീശനും അഖിലേന്ത്യാ ആസ്ഥാന കോമാളിയായിട്ട് KC വേണുഗോപാലും വരികയും ഇവർ രണ്ടുപേരും കോൺഗ്രസിനകത്ത് അനഭിമതരായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നിരീക്ഷിക്കണം. അതായത് KC വേണുഗോപാൽ ഡൽഹി പൊളിറ്റിക്സിൽ അമ്പെ പരാജയപ്പെട്ടു, കേരള പൊളിറ്റിക്സിൽ VD സതീശൻ അമ്പെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും കോൺഗ്രസിന് കോമാളി വേഷങ്ങളായി തരം താഴ്ത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം SNDPയും NSSും ഒന്നിച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. BJP ശക്തിപ്പെട്ടു വരുന്നതും BJPക്ക് ഈ പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നതും കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി വർദ്ധിക്കുന്നതും ഒന്നും അറിയാത്തവരല്ല ഇവിടുത്തെ ഹൈന്ദവ സമുദായ നേതാക്കൾ. അത് SNDP ആണെങ്കിലും NSS ആണെങ്കിലും മറ്റു സമുദായങ്ങളാണെങ്കിലും. അതുകൊണ്ട് ഈ കാര്യത്തെ ഇവരുടെ നിലപാടുകൾ BJPയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യാറായിട്ടില്ല. മാത്രമല്ല ഇത് ഈ പറഞ്ഞ നിലപാടുകളൊക്കെ BJPയുടെ വിജയസാധ്യതയെ ബാധിക്കേണ്ട കാര്യവുമില്ല. ഇത് ആ പാർട്ടിയുടെ, കോൺഗ്രസ് പാർട്ടിയുടെ അടുക്കള പോരാട്ടം മാത്രമാണ്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാനത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു പാർട്ടി BJPയുടെ അഭിപ്രായം അല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തിപരമായിട്ടാണ്, എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് നേരത്തെയും സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്തായാലും ഈ കോൺഗ്രസ് കഴിഞ്ഞ വർഷം ശശി തരൂരിനെയാണ് NSS ആസ്ഥാനത്തേക്ക് വിട്ടത്, അല്ലെങ്കിൽ NSS ക്ഷണിച്ചത് ശശി തരൂരിനെയാണ്. ഈ വർഷം അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് അതിന് നറുക്കു വീണിരിക്കുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട്, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവരൊക്കെയുണ്ട്. അവരെ ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ശ്രീധരൻപിള്ള സാറിനെ ക്ഷണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മളതിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത്. LDFിൽ നിന്ന് പൊതുവെ അങ്ങനെ ക്ഷണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ BJPയിൽ നിന്ന് ക്ഷണിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം അങ്ങയോട് ചോദിച്ചത്. എന്താണ് BJP നേതാക്കളെ ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് അങ്ങേക്ക് എന്തെങ്കിലും അതേക്കുറിച്ച് പറയാനുണ്ടോ? അല്ല, NSSന്റെ പരമ്പരാഗതമായ ഒരു നിലപാടിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP നേതാക്കളെ അല്ലെങ്കിൽ RSS നേതാക്കളെ ഇങ്ങനെയുള്ള വേദികളിലേക്ക് ഇതിനു മുമ്പും NSS ക്ഷണിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല. അങ്ങനെ ഒരു പ്രത്യേക അംഗീകാരം കൊടുത്തതായിട്ടും പരിഗണന കൊടുത്തതായിട്ടും എനിക്കറിവില്ല. കോൺഗ്രസിന് ആരോടെങ്കിലും അടുപ്പമുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അത് കോൺഗ്രസിനോട് അടുപ്പമുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനാണ് എളുപ്പം. കാരണം ആ രീതിയിലുള്ള ഒരു സമീപനമാണ് എല്ലാ കാലത്തും പഴയ കാലം മുതൽ കോൺഗ്രസ് NSS കൈക്കൊണ്ടു വന്നിരുന്നു. അതെ, അപ്പൊ NSS ആ ഒരു രീതി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം NSSൻ്റെയും SNDPയുടെയും ഒക്കെ നീക്കം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കോൺഗ്രസിനെ സഹായിക്കുമോ അതോ BJPയെ സഹായിക്കുമോ അതോ സമദൂരം തുടരുമോ? രാഷ്ട്രീയം സമവാക്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് വരികയാണ്. നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷത്തിൽ കൂടുതൽ സമയമുണ്ടല്ലോ. അതിനുള്ളിലെ പുരോഗതി നമുക്ക് ഇനിയും വിലയിരുത്താം. വീണ്ടും ചർച്ചകളുമായിട്ട് വരാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.